നമസ്കാരം സുഹൃത്തുക്കളെ, ടാരോട്ട് ലവ് എനർജീസ് 2.0 എന്ന നമ്മുടെ രണ്ടാമത്തെ ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിംഗിന്റെ വാട്സ്ആപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സ്ആപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിന്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്ന് എത്തി നോക്കാം. ഈ വ്യക്തിയുടെ യഥാർത്ഥ മുഖം ഈ വായനയിലുണ്ട്. ഇത് നിങ്ങൾ ഉറപ്പായും കണ്ടിരിക്കണം. ഈ ഒരു വായനയാണ് നമ്മൾ ഇന്ന് ചെയ്യുവാനായിട്ട് പോകുന്നത്. തുടക്കം മുതൽ അവസാനം വരെയും ഈ വായന നിങ്ങൾ കാണുവാനായി ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വായനയിലേക്ക് കടക്കാം. നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നിങ്ങളുടെ വ്യക്തി നിങ്ങളോട് ചെയ്തിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ഈ വായന മുഴുവനുമായിട്ട് കാണുക. സുഹൃത്തുക്കളെ, നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ വ്യക്തിയുടെ പ്രധാനപ്പെട്ട ഒരു പ്രകൃതം അല്ലെങ്കിൽ സ്വഭാവ രീതി എന്ന് പറയുന്നത് വേണ്ടത്ര ഒരു സ്നേഹം പ്രകടിപ്പിക്കാത്ത തരത്തിലുള്ള ഒരു സ്വഭാവ രീതിയായിട്ടാണ് കാണിക്കുന്നത്. അതായത് ഈ വ്യക്തിക്ക് നിങ്ങളോട് വളരെയധികം സ്നേഹമുണ്ട്. പലപ്പോഴും ഈ വ്യക്തിക്ക് നിങ്ങളോട് നല്ല രീതിയിലുള്ള താല്പര്യമുള്ളതായിട്ടാണ് കാണിക്കുന്നത്. പക്ഷെ പലപ്പോഴും ഈ വ്യക്തി നിങ്ങളോട് സ്നേഹം പ്രകടിപ്പിക്കുന്ന കാര്യത്തിൽ അത്രമാത്രം പോസിറ്റീവ് അല്ല, അല്ലെങ്കിൽ അത്രമാത്രം നല്ല ഒരു സ്വഭാവമല്ല എന്നുള്ളതാണ് കാണിക്കുന്നത്. അതായത് ഒരു പക്ഷേ സന്തോഷം പ്രകടിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ ദേഷ്യം പ്രകടിപ്പിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. വളരെ പെട്ടെന്ന് ദേഷ്യപ്പെടുക, വളരെ പെട്ടെന്ന് തന്നെ ദേഷ്യം പ്രകടിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു സ്വഭാവ പ്രകൃതമായിട്ടാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പലപ്പോഴും വിചാരിക്കാറുണ്ട് ഈ വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹമില്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പലപ്പോഴും ഈ വ്യക്തിയോട് പരാതിപ്പെടാറുണ്ടായിരിക്കാം. അതായത് നിങ്ങൾ എന്തുകൊണ്ടാണ് എന്നോട് ഇങ്ങനെ പെരുമാറുന്നത്, നിങ്ങൾ എന്താണ് എന്നോട് ഇങ്ങനെ പെരുമാറുന്നത്, നിങ്ങൾക്ക് എന്നോട് സ്നേഹമില്ലേ എന്നിങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ഈ വ്യക്തിയോട് ചോദിക്കുന്നുണ്ടാകാം. പക്ഷെ നമുക്കിവിടെ ഏറ്റവും നന്നായി കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹം മാത്രമേ ഉള്ളൂ. പക്ഷെ സ്നേഹം പ്രകടിപ്പിക്കുന്ന കാര്യത്തിൽ ഈ വ്യക്തി വളരെയധികം പുറകോട്ടായതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് ഒരു കാരണവശാലും നിങ്ങളെ മര്യാദക്ക് സ്നേഹിക്കാൻ അറിയാത്ത തരത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തി എപ്പോഴും നിങ്ങളുമായി ഒരുമിച്ച് മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് വളരെ പോസിറ്റീവായി തന്നെ നിങ്ങളെ ചേർത്ത് പിടിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിക്ക് ഒരു കാര്യം മാത്രമാണ് നിങ്ങളെക്കുറിച്ച് അറിയേണ്ടത്. അതായത് നിങ്ങൾ ഈ വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ളത് മാത്രം. കാരണം ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്നും ഒരുപാട് തെറ്റുകൾ സംഭവിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ വ്യക്തിക്കും ചില സമയത്ത് സംശയങ്ങൾ വരാറുണ്ട്, നിങ്ങൾ ഈ വ്യക്തിയെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ. അതുകൊണ്ട് ഈ വ്യക്തി പലപ്പോഴും സംശയത്തോടു കൂടി നിങ്ങളെ നോക്കാറുണ്ടായിരിക്കാം. അതായത് നിങ്ങൾ ഈ വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വ്യക്തിയെ മതിയായോ എന്നുള്ള ഒരു കാര്യത്തിൽ ഈ വ്യക്തിക്ക് സംശയം തോന്നിക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഈ ഒരു സാഹചര്യമെല്ലാം തന്നെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. വളരെ പോസിറ്റീവായി നമുക്ക് കാണാൻ കഴിയുന്ന വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഈ പ്രണയബന്ധത്തിൽ ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ പോലും അതിനേക്കാൾ കൂടുതൽ സന്തോഷങ്ങളും അതുപോലെ പലതരത്തിലുള്ള പോസിറ്റീവായിട്ടുള്ള എനർജികൾ തന്നെയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇത് നമുക്ക് പറയാതിരിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. നിങ്ങളുടെ രണ്ടുപേരുടെയും പ്രണയബന്ധത്തെ തകർത്തെറിയുന്ന തരത്തിൽ പലതരത്തിലുള്ള തടസ്സങ്ങൾ ഉണ്ടാകും. എന്നാൽ അതിനുശേഷം വളരെ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങളും സന്തോഷ വാർത്തകളുമാണ് നിങ്ങൾക്കിടയിൽ വരാറുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരിക്കലും ഈ പ്രണയബന്ധം നഷ്ടപ്പെടുത്തേണ്ടി വരാറില്ല. പലപ്പോഴും നിങ്ങൾ രണ്ടുപേരും വിചാരിക്കാറുണ്ടായിരിക്കാം, എന്തുകൊണ്ടാണ് ഈ പ്രണയബന്ധത്തിൽ നിന്നും പുറത്തേക്ക് കടക്കാൻ സാധിക്കാത്തത്, അല്ലെങ്കിൽ ഈ പ്രണയബന്ധം വേണ്ടാന്ന് വെക്കാൻ സാധിക്കാത്തത്. ഇതെല്ലാം നിങ്ങൾ ചിന്തിക്കാറുണ്ടായിരിക്കാം. അത്രമാത്രം കാന്തിക ശക്തിയാണ് നിങ്ങൾ രണ്ടു പേർക്കുമിടയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ രണ്ടുപേരും എത്രമാത്രം അകന്നു പോകണം എന്ന് വിചാരിച്ചാൽ പോലും
വളരെ മനോഹരമായിട്ടുള്ള തലത്തിലേക്കാണ് നിങ്ങൾ രണ്ടുപേരും തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്ക് പോസിറ്റീവായി പറയാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, വളരെ മനോഹരമായിട്ടുള്ള കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, പൂർവികരുടെ അനുഗ്രഹം ഈ പ്രണയബന്ധത്തിൽ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അതുമാത്രമല്ല, നിങ്ങൾ രണ്ടുപേരും വളരെയധികം ട്രാൻസ്ഫോർമേഷനിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് ഇവിടെ നിങ്ങൾ രണ്ടുപേരും കണ്ടുമുട്ടുന്നത്. നിങ്ങൾ ഒരു തലത്തിൽ നിന്നും മറ്റൊരു തലത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോഴും, ഈ വ്യക്തിയാണെങ്കിലും ഒരു തലത്തിൽ നിന്നും മറ്റൊരു തലത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നിങ്ങൾ രണ്ടുപേരും പരസ്പരം കണ്ടുമുട്ടുന്നത്. ഈ ഒരു കണ്ടുമുട്ടുന്നതോടുകൂടി നിങ്ങളുടെ രണ്ടുപേരുടെയും ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് നമുക്കിവിടെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ്. ഇവിടെ വളരെ പോസിറ്റീവായി നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരുപാട് മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുള്ള ഒരു ജീവിത സാഹചര്യമാണ് നിങ്ങൾക്ക് രണ്ടു പേർക്കുമിടയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ രണ്ടുപേരും ഈ പ്രണയബന്ധത്തിനോട് 100% നീതി പുലർത്തുന്ന തരത്തിലാണ് നിങ്ങൾ രണ്ടുപേരും ഈ പ്രണയബന്ധത്തെ കാഴ്ചവെച്ചിട്ടുള്ളത്. പക്ഷെങ്കിൽ പോലും നിങ്ങളെ രണ്ടുപേരെയും വളരെയധികം കൺഫ്യൂഷൻ ചെയ്യിപ്പിക്കുന്ന രീതിയിലാണ് തേർഡ് പാർട്ടി നിങ്ങൾക്കിടയിലേക്ക് വന്നു ചേർന്നിട്ടുണ്ടായിരുന്നത്. തേർഡ് പാർട്ടി നിങ്ങൾക്കിടയിലേക്ക് വന്നു ചേരുകയും നിങ്ങൾ രണ്ടുപേരെയും കൺഫ്യൂഷൻ ചെയ്യിപ്പിക്കുകയുമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കൺഫ്യൂഷൻ ചെയ്യിപ്പിക്കുകയും തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്തപ്പോൾ നിങ്ങളുടെ വ്യക്തി ഒരുപക്ഷെ നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ടാകാം. വാക്കുകൾ കൊണ്ടും പ്രവർത്തികൾ കൊണ്ടും നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ടാകാം. ആ ഒരു വേദനയിലൂടെ നിങ്ങൾ ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ടാകാം. ഒരുപക്ഷെ നിങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് തേർഡ് പാർട്ടിയാണ് ശരി എന്നുള്ള രീതിയിൽ ഈ വ്യക്തി തേർഡ് പാർട്ടിയോടൊപ്പം നിന്നിട്ടുണ്ടാകാം. ഈ ഒരു സാഹചര്യങ്ങളെല്ലാം തന്നെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ള ഇൻഫോർമേഷൻ. പിന്നീട് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്തെന്നാൽ, ഇവിടെ പോസിറ്റീവായി രൂപീകരണം ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, പ്രപഞ്ചശക്തിയുടെ ഏറ്റവും നന്നായി കാണേണ്ട ഒരു കാര്യമാണ് പ്രപഞ്ചശക്തിയുടെ പലതരത്തിലുള്ള വെളിപ്പെടുത്തലുകൾ. പലതരത്തിലുള്ള വെളിപ്പെടുത്തലുകൾ എന്ന് പറയുമ്പോൾ, നിങ്ങൾ രണ്ടുപേരെയും ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന എനർജികളാണ് ചുറ്റിനും ഉള്ളത്. പലപ്പോഴും നിങ്ങൾ രണ്ടുപേരും അത് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. പലപ്പോഴും നിങ്ങൾ രണ്ടുപേരും വേർപിരിയാം എന്ന് വിചാരിക്കുമ്പോൾ പോലും ഈ പ്രകൃതിയും സൂക്ഷ്മ ശക്തികളും മാലാഖമാരും നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവങ്ങളും പ്രപഞ്ചശക്തി പോലും അതിനെ സപ്പോർട്ട് ചെയ്യാറില്ല. കാരണം നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള പ്രണയബന്ധം അത്രമാത്രം ആത്മാർത്ഥതയും തീവ്രതയും നിറഞ്ഞത് തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും വളരെ മനോഹരമായി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമായിട്ടാണ് കാണപ്പെടുന്നത്. ഇവിടെ ഇപ്പോൾ ഈ വ്യക്തിയുടെ യഥാർത്ഥ മുഖം എന്ന് പറയുന്നത്, നിങ്ങളോടുള്ള പ്രണയബന്ധത്തെ കൂടുതൽ നല്ല രീതിയിൽ ശക്തിപ്പെടുത്തുന്ന ചിന്തകൾ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് നമുക്ക് പറയാതിരിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഇത്രയുമാണ് നമുക്ക് വളരെ മനോഹരമായി നമുക്ക് ലഭിച്ചിരിക്കുന്ന ഇൻഫോർമേഷൻ. ഇവിടെ ഈ വ്യക്തിയുടെ പലതരത്തിലുള്ള സ്വഭാവ രീതികൾ കാണുമ്പോൾ നിങ്ങൾക്ക് പോലും അസ്വസ്ഥതപ്പെട്ടേക്കാം. ഈ വ്യക്തിയുടെ പലതരത്തിലുള്ള സ്വഭാവം എന്ന് പറയുന്നത്, മനസ്സിൽ ഒന്ന് വെച്ചിട്ട് പുറമെ വേറെ സ്വഭാവം പ്രകടിപ്പിക്കുന്ന ഒരു തരത്തിലുള്ള ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടർ ആയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹമില്ല എന്നൊക്കെ തോന്നിയേക്കാം. പക്ഷെ ഇവിടെ യഥാർത്ഥത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹം തന്നെയാണ്. പക്ഷേ ചില കാര്യങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ പ്രകടിപ്പിക്കും. ദേഷ്യമാണെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ദേഷ്യത്തോടു കൂടി ഈ വ്യക്തി പ്രകടിപ്പിച്ച് പറയുക തന്നെ ചെയ്യും. മുഖത്തടിച്ചതുപോലെ പറയും. അപ്പോൾ നിങ്ങൾക്ക് സങ്കടമാവുക തന്നെ ചെയ്യും. അപ്പോൾ ഇത്തരം പ്രവർത്തികൾ കാരണം നിങ്ങൾക്ക് തോന്നിയേക്കാം ഈ വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹമില്ല എന്നുള്ളത്. അതുപോലെ ഇവിടെ നിങ്ങൾ രണ്ടുപേരെയും അകറ്റുവാൻ വേണ്ടിയിട്ട് മറ്റു പലവരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടും കാണപ്പെടുന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരും അതിമനോഹരമായി പ്രണയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് മറ്റു പലവർക്കും ദഹിക്കുന്നില്ല, അല്ലെങ്കിൽ മറ്റു പലവർക്കും ഇത് കണ്ടിട്ട് സഹിക്കുന്നില്ല എന്നുള്ളത് മറ്റൊരു സത്യം കൂടിയാണ്. അപ്പോൾ ഇത്രയുമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ കൂടുതൽ മനസ്സിന്റെ ആഴങ്ങളിലേക്ക് എത്തി നോക്കിക്കഴിഞ്ഞാൽ ഈ വ്യക്തിയുടെ മനസ്സ് ശുദ്ധമാണ്.
ഈ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾ മാത്രമാണ് ഉള്ളത്. പക്ഷേ ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ ഏതൊക്കെയോ സാഹചര്യത്തിൽ നിങ്ങളെ തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ടാകാം. അത് മാത്രമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. എന്തായാലും ഈ വ്യക്തിയുടെ മനസ്സിൽ യഥാർത്ഥമായിട്ടുള്ളത് നിങ്ങളോടുള്ള ആത്മാർത്ഥ പ്രണയം മാത്രമാണ്. ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. വായനയുടെ തുടക്കത്തിൽ സ്ക്രീനിലും വാട്സ്ആപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എന്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.